ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണിത്. ഇതേ ഈ വീട് അവിടെ നിന്ന് വെയിലടിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയൊരു ബ്ലറിങ് ഉണ്ട്. ഈ ഒരു 2-3 സെക്കൻഡും കൂടി ഉള്ളു. അത് കഴിഞ്ഞ് അപ്പുറത്ത് ഞാൻ നല്ല അടിപൊളിയായിട്ട് കാണിച്ചു തരാം. ഇത് വൻ വിലക്കുറവുള്ളൊരു വീടാണ്ട്. അധികം പഴക്കവും ഇല്ല. ഫുൾ ഫർണിച്ചർ അടക്കമാണ്. എല്ലാ ഫർണിച്ചറും അതെല്ലാം തേക്കാണ്ട. അത് എല്ലാ റൂമും AC. അതായത് ലോ ബഡ്ജറ്റിൽ നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള വീടാണിത്. അല്ല, ഇനി ഇവിടെ നിന്ന് ഞാൻ ഈ കോർണറിൽ ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. അപ്പോഴേക്കും നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതൊരു റിക്വസ്റ്റ് ആണ് കേട്ടോ. പേരൊക്കെ ഞെട്ട് അത് കടക്കൽ വരെയും കാഴ്ച വെക്കുന്നത്. കാരണം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നോക്കുന്ന ഒരു വീടാണ്. ഈ വീടിൻ്റെ ഒരു ലുക്ക് കണ്ടോട്ടാ. കണ്ട നല്ല വെറൈറ്റി വീട്. അത് നല്ല ന്യൂ മോഡല് നല്ല പക്കയ്ക്ക് പണിതേക്കുന്ന ഒരു വീട്. ഫ്രണ്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കാർ പോർച്ച് ഉണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോഴാണ് അതിൻ്റെ കാഴ്ചകൾ കാണാനുള്ള. കാരണം അതേകൂട്ട് 2950 സ്ക്വയർ ഫീറ്റ് ആണ്. അത് ലക്ഷറി ടാക്സ് അടക്കണ്ട. അത്രയും സെറ്റപ്പിൽ ഫിനിഷ് ചെയ്യണ്ട അടിപൊളി ഒരു സിറ്റ് ഔട്ട്. അത് ഈ വീടിൻ്റെ അകത്തോട്ട് കയറി കണ്ടപ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, വന്ന് കയറി താമസം മതി. ഫർണിച്ചർ അടക്കം എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സ് മാത്രം കൊണ്ടുവന്നാൽ മതി. ബാക്കി എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളത്. ഇത് കണ്ട, ഇതാണ് നിങ്ങൾ കയറി വരുന്നത് നിങ്ങളുടെ ലിവിങ് ഏരിയ. ഇനി കാണണം വേണ്ട സ്റ്റെയർ കേസ് കണ്ട, ആർച്ച് സ്റ്റെയർ കേസാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കണം, നിങ്ങളെ ഏരിയ ഒന്ന് കണ്ടോട്ടാ. കണ്ട എന്താ ഒരു ലുക്ക് നോക്കി. കണ്ട പക്കാ ലുക്കിൽ ഫിനിഷ് ചെയ്തേക്കണം. അത് ഒരേ കാര്യങ്ങൾ ഒരു മൈന്യൂട്ട് കാര്യങ്ങൾ നല്ല പക്കയ്ക്ക് ഫിനിഷ് ചെയ്തേക്കണം. നല്ല അടിപൊളി ഒരു വീട്. ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റഡി ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ കാര്യങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവിടെയാണ് വെച്ചേക്കണം. ഇനി ഇപ്പുറത്ത് അടുത്ത ലിവിങ് ഏരിയ. അതായത് ഇവിടെയാണ് TV സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം. ഇവിടെയാണ്. അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് സംസാരിക്കണം. ഗസ്റ്റ് ആരെങ്കിലും വന്ന് അവിടെ നിന്ന് സംസാരിക്കാൻ നമുക്ക് ഇവിടെ നിന്ന് TV കാണാം. അങ്ങനെ എല്ലാ സൗകര്യവും കണ്ടറിഞ്ഞ് ചെയ്തേക്കണം. ഇതിൻ്റെ കിച്ചൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ കിച്ചണാണ് കേട്ടോ. ഇവിടെ തന്നെ ഒരു ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ പാകം ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് കഴിക്കാം. അത്രയും സെറ്റപ്പിലുള്ളൊരു വീട് കണ്ട. കുക്കിംഗ് റേഞ്ച് കാര്യങ്ങളെല്ലാം. എന്നാലും നിങ്ങൾ ഒരു സാധനവും കൊണ്ടുവരണ്ട. അതായത് നിങ്ങൾ ഡ്രസ്സ് മാത്രം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. അത്രയും സെറ്റപ്പിൽ ഫിനിഷ് ചെയ്തേക്കുന്ന വീട്. നിങ്ങൾ സെക്കൻഡ് കിച്ചൺ. ഇതിൻ്റെ ബാക്കിലോട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. ഞാനതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ ഈ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട, ഇതാണ് നിങ്ങൾ സെക്കൻഡ് കിച്ചൺ തന്നെ. നമുക്ക് റഫ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ചെയ്യുന്നത്. നമ്മുടെ ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അത് കാരണമാണ് ഈ ബ്ലറായി പോയത്. കാരണം അവിടെ നിന്ന് ഇങ്ങാടാണ് വെയിലടിക്കണം. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ബെഡ്റൂം തന്നെ. ബെഡ്റൂമിൻ്റെയൊക്കെ ഒരു വലിപ്പം കണ്ടോട്ടെ. കാരണം എല്ലാനും നല്ല വലിപ്പത്തിലാണ് പണിതേക്കണം. ഒന്നും ഇടിക്കുന്നില്ല. അതായത് എല്ലാ റൂമിലും AC, സോളാറ് എല്ലാ സെറ്റപ്പും ഉണ്ട്. എല്ലാം അടക്കണ വീട് വിൽപ്പന. ഒരു സാധനവും മാറ്റി വെക്കണില്ല. ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് അങ്കമാലി LF ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. അങ്കമാലി ടൗണിൽ തന്നെ. ഈ 15 സെൻറ്റ് സ്ഥലത്തിനും 2950 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ചോദിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 കോടി രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അതിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കുക. അതായത് വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കുക. നേരിട്ട് വന്ന് വീട് കാണാം. അത് റോഡ് സൈഡിലാണ്. ബസ് സ്റ്റോപ്പിൽ നിന്ന്, അതായത് മെയിൻ ഹൈവേയിൽ നിന്ന് MC റോഡിൽ നിന്ന് ഒരു 100 മീറ്ററേ ഉള്ളൂ വീട്ടിലോട്ട്. അത് വേറെ ദൂരെങ്കിലും പോകണ്ട. അത് LF ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നിസ്സാര ദൂരം. എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. ഹീറ്റർ കാര്യങ്ങൾ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഒന്നിനും ഒരു കുറവില്ലാണ്ട് ഫിനിഷ് ചെയ്തേക്കണം. നല്ല അടിപൊളി ഒരു വീട് ആണ്. അതിൻ്റെ സ്റ്റെയർ കേസ് കണ്ട, ആർച്ച് സ്റ്റെയർ കേസാണ്. കാരണം സ്ഥല സൗകര്യം കിട്ടാൻ വേണ്ടിയാണ് ഈ ആർച്ച് സ്റ്റെയർ കേസ് വെക്കണം. ഇനി ഇതിൻ്റെ ബാൽക്കണിയൊക്കെ കാണണം. ബാൽക്കണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഏരിയയാണ്. അത് നമ്മുടെ വീട്ടിലൊരു ചെറിയ പരിപാടിയൊക്കെ നമുക്ക് ഈ ബാൽക്കണിയിൽ വെച്ച് നടത്താം. അത്രയും വലിപ്പമുള്ളൊരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെയാണ് ഈ വീടിനുള്ളത്. എല്ലാ സെറ്റപ്പും ഉണ്ട്. എൻ്റെ വീട്ടിൽ ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ അത്യാവശ്യം എല്ലാ മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കായ്ഫലമുള്ളത് എല്ലാനും. അതെല്ലാം ഞാൻ നിങ്ങളെ കൊണ്ട് കാണിച്ചു തരാം. ഇതേ മുകളിലത്തെ അല്ലല്ല ബെഡ്റൂം. എന്താ ഒരു വലിപ്പം നോക്കി.
ഒരൊറ്റ ബെഡ്റൂം പോലും ഇടിയില്ല, എല്ലാം എ സിയും കാര്യങ്ങളും എല്ലാം സെറ്റപ്പാണ്. അടിപൊളി സെറ്റപ്പില അടിപൊളി ഒരു വീട്, അതും അങ്കമാലി ടൗണിൽ. അങ്കമാലി ടൗണിലൊക്കെ ഇതേ കൊടുത്തൊരു വീട് കിട്ടണമെങ്കിൽ അറിയാല, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ കാര്യമൊന്നുമില്ല. ഇപ്പം എൻ്റെ അടുത്ത് പോലും വേറൊരു വീടില്ല അങ്കമാലിൽ. ഇപ്പം എൻ്റെ അടുത്ത് വേറൊരു വീടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ വീടാണ്. ഇതേ കൂട്ടി ഇത്രയും സെറ്റപ്പുള്ള വീടൊന്നുമില്ല. കാരണം ഇപ്പം നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന 2 വീടും വിറ്റുപോയി. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീടുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ ബാൽക്കണി. ബാൽക്കണിയുടെ വലിപ്പം നോക്കി കണ്ട, എന്താ ഒരു ഏരിയ നോക്കി. നമ്മുടെ വീട്ടിലത്തെ ഒരു പരിപാടിയൊക്കെ ഇതിൻ്റെ ഫ്രണ്ട് മുകളിൽ വെച്ച് എടുത്ത അത്രയും സൗകര്യമാണ്. കണ്ട, ഇതിൻ്റെ സൈഡിലുള്ള വീടുകളൊക്കെ കണ്ട, എല്ലാം നല്ല പോഷ് വീടുകളാണ്. അതായത് ഒരു ലോക്കൽ ഏരിയ അല്ല, എല്ലാം നല്ല ഹൈ ക്ലാസ് ടീം താമസിക്കണ ഏരിയ. കണ്ട, തൊട്ടപ്പുറത്തെ വീടൊക്കെ കണ്ട, എല്ലാം നല്ല പോഷ് ഏരിയ. കാരണം അങ്കമാലി ടൗണിൽ തന്നെ ഉള്ളൊരു വീടാണിത്. അപ്പോൾ അത്രയും ഫെസിലിറ്റി ഉണ്ടാവും നിങ്ങൾ ഉദ്ദേശിച്ചു. ഇനി ഞാൻ നിങ്ങളെ താഴത്ത് പോയിട്ട് ബാക്കിലെ പറമ്പും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ അതിക്ക് വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു പോർഷൻ കൂടി ഉണ്ട്. ഇതുണ്ട്, ഇവിടെ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്. അല്ല, ഇവിടെ ഒരു ഓപ്പൺ ടെറസും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. ഇതുണ്ട്, ഇത് ഇനി അപ്പുറത്തോട്ട് കണ്ട, നിങ്ങളെ പറമ്പാണ് കാണണം. ഇഷ്ടംപോലെ മരങ്ങളും ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും എല്ലാ ഐറ്റംസും ഉണ്ട്. ഞാനിപ്പോൾ താഴത്ത് പോയിട്ട് നിങ്ങളെ കൊണ്ട് കാണിച്ചു തരാം. കണ്ട, ഇതേ അടിപൊളി ഒരു കിണർ. ഇത്രയും വലിയ കിണറാണല്ലോ, എത്ര വേനൽ വന്നാലും വെള്ളം പറ്റൂല. അതായത് ഇവിടെ ആണെങ്കിൽ ഫ്ലഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല പക്ക ഏരിയ, ഒന്നും പറയാനില്ല. കണ്ട, ഈ മറ്റേ ചെമ്മീപ്പുളി ഇരുമ്പമ്പുളി എന്നൊക്കെ പറയൂലേ, എല്ലാ ഐറ്റംസും ഉണ്ടെന്നുള്ളത്. വാഴയുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്. അതൊരു വീട്ടിലത്തേക്ക് എന്തൊക്കെ വേണം അതെല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ വെയിൽ അവിടെ നിങ്ങൾ അടിക്കണ കാരണം ഈ വീടിൻ്റെ ദർശനം പടിഞ്ഞാട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ തന്നെ വീഡിയോ എടുത്ത് നമുക്ക് നേരെ ഓപ്പോസിറ്റ് വെയിലടിക്കുന്നുണ്ട്. വെയിലടിക്കണ കാരണം ഇത്രയും ചെറിയൊരു നമ്മുടെ കാണുമ്പോൾ ഒരു ചെറിയ ഒരു ബ്ലറിങ് ഉള്ളത്. കാരണം ഇത് നമ്മൾ വൈകുന്നേരം എടുക്കേണ്ട വീഡിയോ വരും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കണ്ടോ, എല്ലാ മരങ്ങളും ഉണ്ട്, നല്ല സ്പേസ്, ഇഷ്ടം പോലെ നമുക്കത് കൃഷി ചെയ്യാനും എല്ലാത്തിനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ റെഡിയാണ്. നിങ്ങൾ വന്നത് വില കൊടുത്ത് താമസം മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീട് ഇഷ്ടമായാൽ നേരെ വരാം, പാർട്ടിയായിട്ട് നേരിട്ട് സംസാരിക്കുക, വാങ്ങാം. അത്രയും നല്ലൊരു വീടാണിത്.